ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളൊക്കെ അവസാനിക്കുന്നു. അർജന്റീന അവസാനമായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ നിലവിൽ ഈ ഒരു മത്സരം എന്ന് വെച്ചാൽ അർജന്റീനയെ സംബന്ധിച്ച് വലിയ കാര്യമുള്ള മത്സരമല്ല. കാരണം നോക്കൗട്ടിലേക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ മെസ്സി മത്സരത്തിന് ഉണ്ടാകില്ല എന്ന് കോച്ച് തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ലൈനപ്പിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? കൂടുതൽ റിസർവ് താരങ്ങൾക്കൊക്കെ അവസരം കിട്ടാൻ സാധ്യതയുണ്ടോ ഖിലാഫെ? സേതു, ഇപ്പോൾ ലൈനപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ടീമിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന്, ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ നിന്ന് 9 മാറ്റങ്ങളുമായിട്ടാണ് അർജന്റീന ജോർദാനെതിരെ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. എമിലിയാനോ മാർട്ടിനസും അതേപോലെ തന്നെ ലൗട്ടാറോ മാർട്ടിനസും മാത്രമാണ് കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ നിന്ന് ടീമിൽ നിലനിർത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള താരങ്ങളെയൊക്കെ അല്പം വിശ്രമം നൽകിക്കൊണ്ട് ടീമിന്റെ ബെഞ്ചിലായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ലിയോണൽ മെസ്സി തന്നെയാണ്. കഴിഞ്ഞ അർജന്റീന നേടിയ 5 ഗോളുകൾ നേടിയ താരം ലിയോണൽ മെസ്സി. ആ ലിയോണൽ മെസ്സിയെ തന്നെ, അവരുടെ നായകനെ തന്നെ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് തുടങ്ങാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജോർദാനെതിരെ രണ്ടാം പകുതിയിൽ മെസ്സി കളത്തിലേക്ക് എത്തിയേക്കും. അതിൽ ഒരു പക്ഷേ ജോർദാനെതിരെ ആദ്യ പകുതിയിൽ തന്നെ 2-3 ഗോളുകൾ അർജന്റീന അടിച്ചുകൂട്ടിയാൽ താരത്തിനെ പൂർണ്ണ രീതിയിലും വിശ്രമം നൽകാൻ സ്കലോണി തീരുമാനിച്ചേക്കും. എന്തായാലും വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് തൊട്ടുപിന്നാലെ, അതായത് പോർച്ചുഗലിന് തൊട്ടുപിന്നാലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി അർജന്റീന എത്തുന്നു. എന്തായാലും വലിയൊരു ആവശ്യം തന്നെയാണ്. ഈ ഒരു മത്സരത്തിന് അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ നോക്കൌട്ടിലേക്ക് എത്തിയ അർജന്റീന മികച്ച രീതിയിൽ തന്നെ കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സേതു.